ഈ വീഡിയോയിൽ നമ്മൾ ലെൻസസിന്റെ ഫോർത്ത് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് ലെൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ് പഠിച്ചിരുന്നു. അത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ കോൺകേവ് ലെൻസ് പഠിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇതിൽ ആദ്യം പറയുന്നത് ദ ഇമേജ് ദാറ്റ് കനോട്ട് ബി ക്യാപ്ചർഡ് ഓൺ എ സ്ക്രീൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഇമേജസിനെ നമ്മൾ എന്ത് വിളിക്കും? റിയൽ ഇമേജ് എന്ന് വിളിക്കും. ദ ഇമേജ് ഫോംഡ് ഇൻ അവർ ഐ. അതേപോലെ തന്നെ ഒരു സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതുപോലെ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന എന്ത് ഇമേജസും റിയൽ ഇമേജസാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാത്ത അഥവാ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത ഇമേജസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർച്വൽ ഇമേജസ് അഥവാ മിഥ്യയായിട്ടുള്ള ഇമേജസ്. അതൊരു റിയൽ ആയിട്ടുള്ള ഇമേജ് അല്ല, മിഥ്യയാണ്. ഇതില് ഈ കോൺകേവ് ലെൻസിന്റെ എല്ലാ ഇമേജസും എന്ത് ഇമേജസ് ആണ്? വെർച്വൽ ഇമേജസ് ആണ്. അത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വെർച്വൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്ന ലെൻസാണ് എന്ത്? കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസിൽ നമ്മൾ ആകെ 5 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവസാനത്തെ മാത്രമേ വെർച്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ കോൺകേവ് ലെൻസിന്റെ എല്ലാ ഇമേജ് ക്യാരക്ടറിസ്റ്റിക്സിലും ഒരുപോലെ വരുന്നൊരു സംഭവമാണ് വെർച്വൽ ഇമേജ് അഥവാ മിഥ്യയായിട്ടുള്ള ഒരു പ്രതിബിംബം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡയഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ഹിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മുമ്പ് കോൺവെക്സ് ലെൻസിന്റെ കേസിലും ഇത്തരം കുറച്ച് ഹിന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ ദ കോൺകേവ് ലെൻസ്. അതായത് ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഈ ലൈറ്റ് റേ ഈ ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം കടന്നു പോകുന്നു. അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. റിഫ്രാക്ഷന് ശേഷം ആ ഒരു റേ ഓഫ് ലൈറ്റ് കടന്നു പോകുന്നു. ഈ റേ ഓഫ് ലൈറ്റ് എവിടുന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഈ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത. അതാണ് അവിടെ വെർച്വൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കടന്നു പോകുന്ന ഈ റേ ഓഫ് ലൈറ്റ് എവിടുന്ന്? ആ സൈഡിലുള്ള പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് ഈ ഡോട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് പോകുന്ന ഈ റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം ഇത് ലെൻസിൽ തട്ടി കടന്നു പോകുന്നു. ആ റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് ആദ്യത്തെ ഹിന്റ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കിയേ. ലൈറ്റ് റേ പാസിംഗ് ത്രൂ ദ ലെൻസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓൺ ദ അതർ സൈഡ്. അതായത് നോക്കി, ഒരു റേ ഓഫ് ലൈറ്റ് ഇത് ഇവിടുന്ന് വരുന്ന ഒരു റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ഫോക്കസിനെ ഉന്നം വെച്ചിട്ടാണ് ആള് വരുന്നത്. പക്ഷേ റിഫ്രാക്ഷന് ശേഷം ഇത് ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ടാണ് കടന്നു പോവുക. നമ്മൾ വിചാരിക്കും ഈ സംഭവം നേരെ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. അങ്ങനെയല്ല. ഈ ഒരു ഫോക്കസിനെ, ഇപ്പുറത്തെ സൈഡിലെ ഫോക്കസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്ന ഈ റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകും. പക്ഷെ ഇവിടെ തോന്നും, എന്തുകൊണ്ടാണ് അത് ഫോക്കസിൽ കൂടെ കടന്നു പോവാന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ കോൺവെക്സ് ലെൻസിൽ പഠിച്ച പോലെ അതേപോലത്തെ ഒരു കാര്യമാണ്. അതായത് ഒപ്റ്റിക് സെൻട്രിക്കോടെ, അതായത് ഈ O എന്ന് പറയുന്ന ലെൻസിന്റെ മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റിന് റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാണ്ട് അത് അതേപോലെ കടന്നു പോകുന്നു. കോൺവെക്സ് ലെൻസിലും അതേപോലെ തന്നെ സംഭവിച്ചത്. ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. ഈ 3 കാര്യങ്ങളും നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. എന്നിട്ട് വേണം റേ ഡയഗ്രാമിലോട്ട് കടക്കാൻ. 2 പ്ലേസ് ചെയ്ത് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒന്ന് ബിറ്റ്വീൻ Fനും 2Fനും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ Fനും ലെൻസിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു. ഈ 2 കാര്യങ്ങളെ കോൺകേവ് ലെൻസിൽ പഠിക്കാനുള്ളൂ. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെർച്വൽ ഇമേജസ് ഒക്കെ ഫോം ചെയ്യുന്നത്, മിഥ്യയായിട്ടുള്ള പ്രതിബിംബം കിട്ടുന്നൊക്കെ ആ റേ ഓഫ് ലൈറ്റ് വരുന്ന ആ സൈഡിൽ തന്നെയായിരിക്കും എല്ലാ ഇമേജസും ഫോം ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഇവിടുത്തെ ഇമേജ് എന്ന് പറഞ്ഞത് എപ്പോഴും എന്തായിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിമിനിഷ്ഡ് ആയിരിക്കും. വളരെ ചെറിയ ഇമേജിന് കിട്ടുക. അപ്പൊ ഈ 3 കാര്യങ്ങളും കോൺകേവ് ലെൻസിന്റെ കാര്യത്തിൽ തുല്യമായ കാര്യങ്ങളാണ്. അതായത് ഒന്ന്, ആ ഇമേജിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നോക്കിയേ, ഈ ഒരു സൈഡിൽ തന്നെയായിരിക്കും. എവിടെ നിന്നാണോ റേ ഓഫ് ലൈറ്റ് വരുന്നത് ആ സൈഡിൽ തന്നെയായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. ആ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സ്മോൾ ഇമേജ് ആയിരിക്കും കിട്ടുക. ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയേ, Fന്റെയും 2Fന്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. Fന്റെയും 2Fന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് കൊണ്ടുവച്ചു. അതിൽ ആദ്യത്തെ റേ ഓഫ് ലൈറ്റ് തട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിഫ്രാക്ഷന് ശേഷം കടന്നുപോയി. ഇത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ റേ ഓഫ് ലൈറ്റ് വരുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് നമുക്ക് തോന്നും. പിന്നെ ഒരു റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നുപോയി. അപ്പോൾ ഇവിടുത്തെ ഇമേജ്, പൊസിഷൻ ഓഫ് ദ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ
എഫ് ആൻഡ് ലെൻസ് കണ്ട, ഈ രണ്ട് റേയും കൂട്ടിമുട്ടുന്ന ഈ ഒരു സ്ഥലം കണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് നീട്ടി വരച്ചത്, ആ ഇമേജ് കിട്ടാൻ വേണ്ടി. അപ്പോൾ എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ്, ആ സെയിം സൈഡിൽ തന്നെ എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ് ഇമേജ് ഫോർമേഷൻ നടന്നത്. ഇമേജ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഈ അടുത്തത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഒബ്ജക്റ്റ് എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ വെക്കുമ്പോഴുള്ള ഇമേജ് ഫോർമേഷൻ നമ്മൾ നോക്കുന്നത്. ഇപ്പം നമുക്കത് വരയ്ക്കാം. വരച്ചിട്ട് അതിൻ്റെ ഇമേജിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. എല്ലാത്തിലും കോൺകേവ് ലെൻസിൻ്റെ ഏത് കാര്യം വന്നാലും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ്. ഒബ്ജക്റ്റ് എഫ് ആൻഡ് ടു എഫിൽ വെച്ചാലും എഫ് ആൻഡ് ലെൻസിൽ വെച്ചാലും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ്, ഓൺ ദ സെയിം സൈഡ്. ആ ഒരു കാര്യം ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും എന്തൊക്കെയായിരിക്കും? വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇവിടെ എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോഴുള്ള ഒരു റേ ഡയഗ്രാമാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇതിൻ്റെ ഒപ്റ്റിക് ആക്സിസ് ആണ്. ഇവിടെ ഈ ഒരു ലെൻസ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കോൺകേവ് ലെൻസാണ് വരച്ചേക്കുന്നത്. ഇനി എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ ഇതാണ് ലെൻസിൻ്റെ മിഡ് പോയിന്റ് അഥവാ ഒ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ്. ഇവിടുന്ന് ഒരു നിശ്ചിത ദൂരം പിന്നിട്ട് നമ്മൾ എഫ് അടയാളപ്പെടുത്തി, പ്രിൻസിപ്പൽ ഫോക്കസ് അടയാളപ്പെടുത്തി, അതേപോലെ 2F അടയാളപ്പെടുത്തി. ഈ രണ്ട് സൈഡിലും അങ്ങനെ തന്നെ, റേ ഡയഗ്രാമിലെല്ലാം അങ്ങനെ തന്നെ വരുന്നത്. ഇനി ഒബ്ജക്റ്റ് എഫിൻ്റെയും ലെൻസിൻ്റെയും ബിറ്റ്വീൻ അഥവാ ഇടയിൽ നമ്മൾ വെച്ചു. ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു റേ ലെൻസിൻ്റെ മിഡ് പോയിന്റിൽ തട്ടി റിഫ്രാക്ഷന് വിധേയമായി കടന്നുപോയി. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന ഈ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ റിഫ്രാക്ഷന് ശേഷം ആ കടന്നു പോകുന്ന ലൈറ്റ് റേ എവിടെ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും? കണ്ട, പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. അപ്പോൾ നമ്മളിവിടെ ഡോട്ട് ഇടണമെന്ന്, അതൊരു മിഥ്യ ആയതുകൊണ്ട് ഡോട്ട് ഇട്ടിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു റേ ഒപ്റ്റിക് സെൻട്രിൽ കൂടെ കടന്നുപോയി. കണ്ട, ഈ ഒരു ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ കൂടെ കടന്നുപോയി. അപ്പോൾ ഈ രണ്ട് റേ ഓഫ് ലൈറ്റും കൂട്ടിമുട്ടുന്നതും എവിടെ തന്നെയാണ്? എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ആ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.